So, already നമ്മുടെ class വളരെ smooth ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Now, today we are going to learn lesson number 13, electrochemistry. Okay. So, പേരിൽ തന്നെ ഉണ്ട് something related to chemical and electrical energies. Okay, electrochemistry. പേരിൽ ഉള്ളതുപോലെ തന്നെ electrochemistry എന്ന് പറയുന്നത് it is a branch of chemistry that deals with chemical energy and electrical energy and also their interconversions. Okay, അതിനെ കുറിച്ച് മാത്രം പറയുന്ന branch of chemistry ആണ് നമ്മൾ electrochemistry എന്ന് പറയുന്നത്. അതായത് it's a branch of chemistry that dealing with electrical energy and chemical energy and their interconversions. Interconversions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് എങ്ങനെ കെമിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാം, ലൈക്ക് ദാറ്റ് കെമിക്കൽ എനർജി എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അങ്ങനെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ഡീൽ ചെയ്യുന്ന ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഈസ് നോൺ ആസ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ച് തുടങ്ങുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so the first topic in this chapter we are starting with oxidation and reduction as electron transfer process. നമ്മൾ ലോവർ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് വാട്ട് ഈസ് ഓക്സിഡേഷൻ, വാട്ട് ഈസ് റിഡക്ഷൻ. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി പഠിക്കും അഡിഷൻ ഓഫ് ഓക്സിജൻ ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് നോൺ ആസ് റിഡക്ഷൻ. അത് ലോവർ ക്ലാസ്സിലെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇനി അഡ്വാൻസ് ലെവൽ ഓഫ് എക്സ്പ്ലനേഷൻ ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ as electron transfer process. ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്കെ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ് constitute a very important class of chemical reaction. The electronic concept looks at oxidation and reduction in terms of electron transfer, process in which an atom or ion loses one or more electron to the other is called oxidation. അതായത് നമുക്കറിയാം ഒരു ആറ്റം ഒരു അയോൺ ആരായിക്കൊള്ളട്ടെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ലൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്, അവരുടെ പോസിറ്റീവ് ചാർജ്, അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. സോ എന്താണ് ആറ്റം ഓർ അയോൺ ലൂസസ് വൺ ഓർ മോർ ഇലക്ട്രോൺ ടു ദ അതർ ഈസ് കോൾഡ് ഓക്സിഡേഷൻ ആൻഡ് ദ പ്രോസസ് in which an atom or ion gains one or more electron is termed as reduction. അപ്പോൾ ഒരു ആറ്റമോ അയോണോ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ that process is known as oxidation. At the same time, another atom or ion, if it gain one or more electron and if the oxidation number decreases, that process is known as reduction. For example, in the formation of NaCl, okay, the first one നോക്കിക്കേ, Na ഒരു ആറ്റം, സോഡിയം ആറ്റം ആയിട്ടിരിക്കുമ്പോൾ ആ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ബിക്കോസ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പോസിറ്റീവോ ഒന്നുകിൽ നെഗറ്റീവോ ആയിരിക്കണം. ഒരു ചാർജും ഇല്ല, ന്യൂട്രൽ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓൾവേസ് 0. ഹിയർ സോഡിയം ഹാസ് ആൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൺലി 0 ആൻഡ് after some time this sodium release one electron, ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കളയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്, then it will become Na+. 1 പ്ലസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസ് ചാർജിനെയാണ് ഇൻക്രീസ് കാണിക്കുന്നത്. സോ എന്നയുടെ ഫസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരുന്നു. ആഫ്റ്റർ ദ റിയാക്ഷൻ നൗ ഇറ്റ് ഇൻക്രീസസ് ടു +1. 0യിൽ നിന്ന് +1ലേക്ക് ഇൻക്രീസ് ചെയ്തു. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ. Loss of electron by sodium, that is oxidation. Clear? ഇനി ആ കോൺസെപ്റ്റ് നോക്കിക്കേ. ഹിയർ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറ്റ് ഫസ്റ്റ് ഇറ്റ് വാസ് 0 ആയിരുന്നു. then it gain 1 electron. after that it changes to -1. 0യിൽ നിന്ന് -1 ആയിട്ട് ഡിക്രീസ് ചെയ്തു. gain of electron by chlorine, that is reduction. Clear? അപ്പോൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nothing, very simple. Atom or ion loses electron, that is oxidation. Atom or ion gain electron, that is reduction. Clear? Okay. Sodium undergoes oxidation and chlorine undergoes reduction. Here sodium helps chlorine to undergo reduction and therefore it is called a reducing agent. Clear ആണല്ലോ? സോഡിയം ഓക്സിഡേഷൻ നടക്കുന്നു, ക്ലോറിന് റിഡക്ഷൻ നടക്കുന്നു. അതായത് ക്ലോറിന് റിഡക്ഷൻ നടക്കാൻ ഒരു ഇലക്ട്രോൺ വേണം.
ആ ഇലക്ട്രോണിനെ കൊടുത്തതാരാ? സോഡിയം. അപ്പോൾ ആരാണോ റിഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആ ആളിനെ നമ്മൾ എന്തെന്ന് പറയും? റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, എ റെഡ്യൂസന്റ് ഈസ് എ സ്പീഷീസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ which loses its electron to another reactant. ഓക്കെ ആണല്ലോ. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് ക്ലോറിന് കൊടുത്തു, ക്ലോറിന് റിഡക്ഷൻ നടന്നു. അപ്പൊ ക്ലോറിന് റിഡക്ഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്തത് സോഡിയം ആയതുകൊണ്ട് സോഡിയം ആരാണ്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ പ്രോസസ്സസ് ഡു നോട്ട് ടേക്ക് പ്ലേസ് ഇൻഡിപെൻഡന്റ്ലി but occur simultaneously and are thus called oxidation reduction reaction or redox reaction. A redox reaction is a sum of oxidation and reduction half reactions in a chemical reaction. അപ്പോൾ എന്താണ്? ഓക്സിഡേഷനും റിഡക്ഷനും ഒരു സെയിം റിയാക്ഷനിലകത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുവെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ. It is easy to identify species undergoing oxidation or reduction in simple molecules. However, in polyatomic molecules, it is difficult to do the same. In the example of NaCl taken earlier, it was easy to identify sodium is undergoing oxidation and chlorine is undergoing reduction. But in the reaction involving ferrous sulfate with potassium permanganate is difficult. Therefore, a new term called oxidation number is introduced. Oxidation number is the apparent charge which an atom appears to have when each pair of electron is counted with more electronegative atom. Oxidation number positive ആകാം നെഗറ്റീവും ആകാം. The number indicates the number of electron that has been shifted from one atom towards a more electronegative atom in a heteronuclear covalent bond. The positive sign for the atom shifting its electron away from itself and negative sign given to more electronegative atom. The concept of oxidation number is based on the assumption that in a polyatomic covalent bonding, shared pair of electrons belongs to more electronegative atom. Oxidation state is also used for oxidation number. Okay. ഇനി rules for assigning oxidation number. എങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. There are certain rules that are followed for computing the oxidation number of an atom in a molecule or ion. നമുക്ക് ചുമ്മാ ചാടിക്കേറി ഓക്സിഡേഷൻ നമ്പർ ഒന്നും predict ചെയ്യാൻ പറ്റില്ല. We have to follow some certain rules to assign oxidation number of an atom or ion present in a polyatomic molecule. The first one, oxidation number is taken as 0 if atoms are present in elemental form. Elements ആയിട്ട് ഇരിക്കുവാണെങ്കിൽ എന്താണ്? അത് ന്യൂട്രൽ ആയിരിക്കും. So oxidation number in the elemental forms should be considered as 0. For example, oxygen, sodium, phosphorus are elemental forms. They have oxidation number 0. അവരുടെ മുകളിൽ നമ്മൾ ചാർജ് ഒന്നും റെപ്രസെന്റ് ചെയ്യാറില്ല, വെറുതെ എഴുതുന്നതേ ഉള്ളൂ. സോ അവരെന്താണ്? എലമെന്റൽ ഫോമിലാണ്. എലമെന്റൽ ഫോമിലായിരിക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഷുഡ് ബി 0. നെക്സ്റ്റ് വൺ, the oxidation number of a monoatomic ion is the same as the charge present on it. For example, Na plus, Mg2 plus, Cl3 plus, Cl minus, S2 minus. അപ്പോൾ ഒരു മോണോ അറ്റോമിക് സിംഗിൾ ആറ്റം മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അവരുടെ മുകളിൽ കാണിച്ചിരിച്ചിരിക്കുന്ന ചാർജ് തന്നെയായിരിക്കും അവരുടെ ഓക്സിഡേഷൻ നമ്പർ. ഇപ്പൊ Na പ്ലസ്, എന്നയുടെ മുകളിൽ എത്ര പ്ലസ് ചാർജ് ഉണ്ട്? ഒരു പ്ലസ് ചാർജ്. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Na പ്ലസ് വിൽ ബി ഈക്വൽ ടു +1. Mg2 plus, oxidation number of Mg2 plus is +2. Al3 plus ആകുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ +3. Cl minus, oxidation number is -1. S2 minus, oxidation number is -2 respectively. Okay ആണല്ലോ. Now the third one, the oxidation number of oxygen is -2 in almost all the compounds except in peroxides where oxidation number is -1 and superoxides where it is -1/2. എന്താണ്? പെറോക്സൈഡ്സിലും സൂപ്പർ ഓക്സൈഡ്സിലും എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് -1 ആണ്.
പെറോക്സൈഡിൽ ആൻഡ് സൂപ്പർ ഓക്സൈഡ്സിൽ അത് എന്തായിട്ട് മാറും? -1/2 ആയിട്ട് മാറും. നെക്സ്റ്റ് വൺ, ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് +1 when combined with non-metal and is -1 when combined with metal. അപ്പോൾ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോൾ +1 ആണ്? വെൻ ഇറ്റ്സ് കമ്പൈൻഡ് വിത്ത് എ നോൺ മെറ്റൽ. ഒരു നോൺ മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആൻഡ് ഈസ് -1 വെൻ കമ്പൈൻഡ് വിത്ത് എ മെറ്റൽ. എക്സാമ്പിൾ HCl. HCl എന്ന് പറയുമ്പോൾ ക്ലോറിൻ എന്താണ്? ഒരു നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +1. ബട്ട് ഇൻ CaH2 കാൽഷ്യം ഹൈഡ്രൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കാൽഷ്യം മെറ്റൽ ആണ്. മെറ്റലുമായി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? -1 ആയിരിക്കും. The oxidation number of alkali metal is +1 in its compounds. ആൽക്കലി മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1 മെറ്റൽസ് ആണ്. ഗ്രൂപ്പ് 1 മെറ്റൽസിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1 ആയിരിക്കും. നെക്സ്റ്റ് വൺ, in a compound made up of different elements, the more electronegative element will have negative oxidation number and less electronegative atoms will have positive oxidation number. ഓക്കെ ആണല്ലോ? മോർ ഇലക്ട്രോനെഗറ്റീവിന് എന്തായിരിക്കും? നെഗറ്റീവ് ഓക്സിഡേഷൻ നമ്പറും ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസിന് പോസിറ്റീവ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ നമ്പറും ആയിരിക്കും. For example, in nitrogen trichloride NCl3, N has +3 oxidation and Cl has -1 oxidation number. Next one, the sum of oxidation numbers of all the atoms in a neutral compound is 0. Neutral compound ആണെങ്കിൽ ആ കോമ്പൗണ്ടിലെ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ദി ആറ്റംസ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇൻ പോളിഅറ്റോമിക് അയോൺ the sum of the oxidation numbers of all the atoms is equal to the charge on the ion. Example, CO3 2-. Carbonate ആവുമ്പോൾ sum of oxidation number of carbon and oxygen is -2. ഓക്കെ, അതായത് ഒരു റാഡിക്കൽ ആവുമ്പോൾ അവരുടെ സം ചെയ്തിട്ട് നോക്കുമ്പോൾ അവരുടെ ആ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന ആ റാഡിക്കലിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ചാർജ് ആയിരിക്കും. Let us illustrate with the above rules taking few examples. The oxidation number of sulfur, nitrogen and chlorine atoms in H2SO4, sulfuric acid, NO3, nitrate, ClO4- respectively will be calculated as. Okay, ഇനി നമ്മൾ എങ്ങനെയാണ്? Let the oxidation number of sulfur to be X. നമുക്ക് അറിഞ്ഞുകൂടാത്തയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എന്തായിട്ട് എടുക്കണം? X ആയിട്ട് എടുക്കണം. Since the oxidation number of oxygen is -2. Okay, അപ്പോ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ. Therefore, the sum of 4 oxygen atoms is equal to 4 into ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2. അപ്പൊ 4 എണ്ണം ഉണ്ടെങ്കിലോ 4 into -2 that is -8. ക്ലിയർ? ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് ഹൈഡ്രജൻ ഈസ് +1. അപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. അപ്പൊ 2 into +1 അപ്പൊ എത്ര ആയിരിക്കും? +2. അപ്പൊ H2SO4 ഓൾ ടുഗദർ എന്താണ്? ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്. അപ്പോൾ ന്യൂട്രൽ മോളിക്യൂൾ ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞു എല്ലാ ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പറിന്റെ സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ H2ന്റെ എത്രയാണ്? +2 പ്ലസ് എസിന്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട, അറിയില്ല, X. Then next one is O4, that is -8. -8 is equal to the oxidation number of that whole compound is 0. അപ്പോൾ +2 plus X minus 8 is equal to 0. അപ്പോൾ +2 minus 8 എത്ര? -6. S -6 is equal to 0. Therefore, X is equal to +6. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ മാത്തമെറ്റിക്സ് അപ്ലൈ ചെയ്യുക. Then you will find out the oxidation number of an unknown atom present in the compound. കോമ്പൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ അൺനോൺ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ടുന്ന രീതിയാണ്. Therefore, oxidation number of sulfur in H2SO4 is +6. Okay, ഇനി നൈട്രേറ്റ് നോക്കിക്കേ. NO3- ആവുമ്പോൾ സോറി, ഫസ്റ്റ് അസൈൻ -2 oxidation number to each oxygen atom. Okay, ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് -2. ഓക്കെ, ദെൻ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്?
3 oxygen. So 3 into -2 that is equal to -6. And nitrogen ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയില്ല എക്സ് എന്ന് കൊടുത്തു, എക്സ് -6. ഇവിടെ ഇതൊരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണോ? അല്ല, അതിന്റെ മുകളിൽ ഏത് ചാർജാ? -1. അപ്പൊ എക്സ് -6 is equal to -1. ഇനി എക്സ് is equal to ഈ 6നെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ -6 എന്തായി? +6 ആയി. -1 + 6 that is equal to +5. X is equal to +5. Oxidation number of nitrogen in NO3 minus എന്ന് പറയുന്നത് എത്രയാണ്? +5 ആണ്. ക്ലിയർ? Now ClO4 minus നമ്മൾ അവിടെ ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടത്? ക്ലോറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഓരോ ഓക്സിജൻ ആറ്റത്തിന്റെ -2. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4. 4 into -2 that is equal to -8. And this compound having a charge of -1. So ക്ലോറിന്റെ അറിയില്ല. X -8 is equal to -1. X is equal to -8 ഇപ്പുറത്ത് വരുമ്പോൾ +8 ആവും. Then it will become +7. X is equal to +7. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ടുന്ന രീതി. ആൻഡ് ഇതിലെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു സിമ്പിൾ കോമ്പൗണ്ട് ഇതുപോലെ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണും. 1 or 2 മാർക്കായിരിക്കും അതിന്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അത് അപ്ലൈ ചെയ്യുക. ഏതിൻ്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന് നിങ്ങൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ മാത്തമെറ്റിക്കൽ സ്റ്റെപ്പ് ഉപയോഗിച്ച് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ എടുത്തെഴുതുക ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ആറ്റം. ഇപ്പൊ ക്ലോറിൻ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ ClO4 minus ഈസ് +7 എന്ന് എടുത്തെഴുതണം. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ, ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ. The redox reaction can be balanced by any of the following methods. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം അതിനെ, റിഡോക്സ് റിയാക്ഷനെ. ഫസ്റ്റ് വൺ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഓർ അയോൺ ഇലക്ട്രോൺ മെത്തേഡ്. ഒന്നുകിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. Now the first one, balancing by oxidation number method. The steps involved in the balancing redox reactions by this method. Okay, അത് ഏതൊക്കെയാ നോക്കാം. The first one, write the skeletal equation of the reaction. റിയാക്ഷന്റെ എന്ത് എഴുതണം? ഏത് ഇക്വേഷൻ ബാലൻസ് ചെയ്യണമെങ്കിലും നമ്മൾ ഫസ്റ്റ് അതിന്റെ skeletal equation എഴുതണം. Second one, write the oxidation number of each atom above its symbol in the equation. ആ ഇക്വേഷന്റെ അകത്തുള്ള ആറ്റത്തിന്റെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ എഴുതുക. Next one, identify the atoms undergoing change in oxidation number. ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉണ്ടാകുന്ന ആറ്റംസ് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. Now calculate the increase or decrease in oxidation number per atom for the atom undergoing a change in oxidation number. If more than one atom is involved, multiply the increase or decrease in number with the number of atoms undergoing the change to determine the total change in oxidation number. ആരുടെ ഓക്സിഡേഷൻ നമ്പർ ആണ് കൂടുന്നത്, ആരുടെയാണ് കുറയുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഓക്സിഡേഷൻ നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിക്കാം. Now equate the increase and decrease in oxidation number on the reactant side by multiplying the formulae of the oxidizing and reducing agents suitably. Balance the equation with respect to all the atoms except hydrogen and oxygen. Finally, balance hydrogen and oxygen also. If the reaction is taking place in acidic medium, balance the oxygen atoms by adding required number of H2 molecule. On the other where oxygen atoms are less in number, balance the hydrogen atoms by adding H plus to the side deficient in hydrogen atoms. നിങ്ങൾ റൂൾ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. In the basic medium, by add required number of negative charges by adding required number of OH minus ions in the side of deficient in the magnitude of charges. Then add H2 molecule to balance OH minus ions. അത് നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. Okay. Then for example, when phosphorus is treated with nitric acid, nitric oxide is formed. അതിന്റെ skeletal equation ആണ് നമ്മൾ എഴുതുന്നത്. Phosphorus react with nitric acid. Phosphorusന്റെ formula P plus HNO3 gives HPO3 NO plus H2. അതാണ് skeletal equation. Oxidation number of each atom on the given skeletal equation. P elemental formula ആണ്, so that is 0. Hydrogen +1,
നൈട്രജൻ്റെത് +5, ഓക്സിജൻ്റെത് -2. ഇവിടെയും +1 ഫോസ്ഫറസ്, +5 ഓക്സിജൻ, -2. ഇവിടെ +2 -2, ഇവിടെ +1 -2. Now phosphorus and nitrogen are undergoing change in oxidation number. Okay, phosphorus ഇവിടെ എത്രയായിരുന്നു? 0. ഇവിടെ എത്തിയപ്പോൾ അത് എത്രയായി? +5 ആയി. അതുപോലെ നൈട്രജൻ ഇവിടെ +5 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ +2 ആയി. അപ്പോൾ അവരുടെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് ഫോസ്ഫറസിനെ കൺസിഡർ ചെയ്യുന്നു. ഫോസ്ഫറസ് ഇവിടെ 0 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ +5. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 0യിൽ നിന്ന് ഒറ്റയടിക്ക് എത്രയായി? 5 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ആൻഡ് നൈട്രജന്റെ ഇവിടെ +5 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ അത് +2 ആയി. എത്ര കുറഞ്ഞു? 3 കുറഞ്ഞു. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 3. Equating the increase and decrease in oxidation number of phosphorus and nitrogen on the reactant side. Okay, ഇവിടെ എത്രയാണ്? ഫോസ്ഫറസിൻ്റെത് 5 ആയിട്ട് കൂടി, നൈട്രജൻ്റെത് 3 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് ദ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ ഓൺ ദ റിയാക്ടന്റ് സൈഡ്. അപ്പോൾ എത്രയായി? 3p plus 5HNO3 gives HPO3 plus NO plus H2O. Balance the P and N atoms on both sides of the equation. Number of phosphorus രണ്ട് സൈഡിലും ഈക്വൽ ആക്കുക. ഇവിടെ 3p, ഇവിടെയും 3p. Now 5H, ഇവിടെയും എത്ര വേണം? 5H. കണ്ടോ, ഇവിടെ 3H, ഇവിടെ 2, 5H ആയി. 5N, ഇവിടെ 5N ആയി. ആൻഡ് 15 ഓക്സിജൻ. ഇവിടെ കണ്ടോ, 3 into 3 9 plus 5 14 plus 1 15 oxygen. Oxygen and hydrogen are already balanced in the equation. Clear ആയല്ലോ? ഇതുപോലെ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനെ കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്യുക. റിയാക്ടന്റ് സൈഡിൽ പ്രോഡക്റ്റ് സൈഡിലെയും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആക്കി കൊടുക്കുക. മോസ്റ്റ് ഓഫ് ദി കേസസ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആയിക്കോളും. ഓക്കെ, now the second method is balancing by ion electron method. This method is based on the principle that electrons lost during oxidation half reaction is equal to the electrons gained in the reduction half reaction. The steps involved are: write the skeletal equation, then write the oxidation number of all the atoms above the symbols in the skeletal equation, then find the atoms undergoing change in oxidation number, then find out the species getting oxidized and reduced respectively. Split the whole equation in two half reactions, അതായത് ഓക്സിഡേഷനും റിഡക്ഷനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ബാലൻസ് ദി ആറ്റംസ് അണ്ടർഗോയിങ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഇൻ ഈച്ച് ഹാഫ് സെൽ റിയാക്ഷൻ. Calculate the total change in oxidation number, then add total number of electron transfer, then balance the charge by adding H plus, then finally balance hydrogen and oxygen by adding water on the required side and add the two half cell reactions such that the total number of electron cancel out both sides. Okay, ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കും. ആൻഡ് ഈ മെത്തേഡാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ അയോൺ മെത്തേഡ് വെച്ചിട്ടുള്ള ബാലൻസിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബാലൻസ് ദ ഫോളോയിങ് സ്കെൽറ്റൽ ഇക്വേഷൻ ബൈ അയോൺ ഇലക്ട്രോൺ മെത്തേഡ്. അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, Cr2O7 2- plus Fe2 plus gives Cr3 plus Fe3 plus in acidic media, referring to the rules given. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്മുടെ കിട്ടി, അത് വെച്ച് നമ്മൾ സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2 നോക്കുകയാണ്. സ്കെൽറ്റൽ ഇക്വേഷൻ ആൻഡ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദി ആറ്റംസ് എബവ് ദ സിംബൽസ് ഇൻ ദ സ്കെൽറ്റൽ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ഇത് കണ്ട് ടെൻസ്ഡ് ആവേണ്ട, ഓൾറെഡി നമ്മൾ പഠിച്ചു. ഈ ഒരു കോമ്പൗണ്ടിലെ ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അറിയാം, ഓക്സിജന്റെ അറിയാം, ഈ കോമ്പൗണ്ടിന്റെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സിജൻ എത്ര? ഒരു ഓക്സിജന് 2-, 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ എന്താ? -14. ഇവിടെ 2 ക്രോമിയോ, അപ്പൊ 2x ഇടണം. 2x - 14 ഈസ് ഈക്വൽ ടു എത്ര എന്ന് വരും? -2. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 2 - -14 ആകുമ്പോൾ +14 ആവും. +14 ആകുമ്പോൾ അത്
2x is equal to plus 12. അങ്ങനെയാണെങ്കിൽ x is equal to plus 6. അതാണ് ഇവിടെ ഈ പ്ലസ് 6 വന്നത്. അതുപോലെ ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ പ്ലസ് 6 ആയി. നമ്മൾ ഇവിടെ എപ്പോഴും സ്കെൽറ്റൽ ഇക്വേഷനിൽ എഴുതുന്നത് ഒരാളിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അത് ശ്രദ്ധിക്കുക. ഒരു ക്രോമിയത്തിൻ്റെത് പ്ലസ് 6, ഒരു ഓക്സിജൻ്റെത് -2 പ്ലസ് Fe2+ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ഇവിടെ Cr3+ +3, Fe3+ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും +3. In step 3, oxidation number of Fe2+ increasing. ഇവിടെ നോക്കിക്കേ, ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യാണ്? ഇവിടെ Fe2+ ആയിരുന്നു. ആഫ്റ്റർ റിയാക്ഷൻ ഇറ്റ് ഇൻക്രീസ് ടു +3. Therefore, it is undergoing oxidation. And oxidation number of chromium is decreasing. ഇവിടെ +6 ആയിരുന്നു. ആഫ്റ്റർ ദ റിയാക്ഷൻ ഇറ്റ് റെഡ്യൂസസ് ടു +3. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ റിയാക്ഷൻ കഴിയുമ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്സിഡേഷനും, ഓക്സിഡേഷൻ നമ്പർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഡക്ഷനും. So it undergoing reduction. Now step 4, split the reaction into 2 half cells. Okay, അപ്പോൾ reduction half reaction, reductionൽ നടക്കുന്ന half reaction എന്താ? ഇത് മാത്രം കണ്ടോ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ Cr2O7 2- changes to Cr3+. ഇനി ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ Fe2+ changes to Fe3+. ഇനി ബാലൻസിങ് ദ ഫസ്റ്റ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. സ്റ്റെപ്പ് 5 നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം, ആറ്റംസ് ഈക്വൽ ആക്കണം. ഓക്കെ, ഇവിടെ ബാലൻസ് ആറ്റംസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ 2 ക്രോമിയം ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ 2 ഇട്ട് കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്തു. നൗ 6 and 7 നോക്കിക്കേ. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടേക്കിംഗ് പ്ലേസ് ഹിയർ. Each atom undergoes oxidation, change in oxidation number by 3. Therefore, 2 chromium. ഒരു ക്രോമിയം +6ൽ നിന്ന് +3 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ 3 ഇലക്ട്രോൺസ് വേണ്ടി വന്നു. ക്ലിയർ ആണല്ലോ. +6 ആയിരുന്നു, 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, +3 ആയിട്ട് മാറി. അതുപോലെ 2 ക്രോമിയം ഉണ്ടെങ്കിൽ ഒരാൾക്ക് 3 ഇലക്ട്രോൺ, അപ്പൊ 2 പേർക്കും കൂടെ എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ. Cr2O7 2- plus 6 ഇലക്ട്രോൺ gives what? 2 Cr3+. ക്ലിയർ? അതുപോലെ ബാലൻസ് ദ ചാർജ് ബൈ ആഡിങ് H+ ഓൺ ദി ലെഫ്റ്റ് സൈഡ്. അപ്പൊ അതുപോലെ നമ്മൾ ഓക്സിജന്റെ കേസ് വന്നു, 14H+ വെച്ച് ബാലൻസ് ചെയ്തു. ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ബാലൻസ് ദ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആഡിങ് H2O ഓൺ എയ്തർ സൈഡ്. 14H+ ആയിരുന്നു, ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? 7 H2O കൊടുക്കുമ്പോൾ എന്തായി? കണ്ടോ, 7 into 2 14H ആവും, ഒരു 7 ഓക്സിജനും ആവും. അപ്പോൾ ക്ലിയർ ആയി. അപ്പോൾ ആദ്യത്തെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്തു. ഇനി അതുപോലെ ബാലൻസ് ചെയ്യണം? ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. അക്കോർഡിംഗ് ടു ദ സ്റ്റെപ്സ് ആസ് ഫോളോഡ് ഫോർ ദ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ, Fe2+ changes to Fe3+. Okay, atoms are balanced on both sides, so we get the next step, that is the number of electron transfer. Fe2+ Fe3+ ആയിട്ട് ഇൻക്രീസ് ചെയ്തെങ്കിൽ 1 ഇലക്ട്രോണിനെ ആയിരിക്കുമല്ലോ റിലീസ് ചെയ്തത്. ബാലൻസ് ദ ചാർജ്, ഇറ്റ് ഈസ് Fe2+ gives Fe3++ ഇലക്ട്രോൺ into 6. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിയാക്ഷനെ മൊത്തത്തിൽ എന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഈക്വൽ ആക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ? Cr2O7 2- plus 6 Fe2+. ഓക്കെ, 6 Fe2+ പ്ലസ് ഇവിടെ എന്തുണ്ട്? 14H+. 6 ഇലക്ട്രോൺ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഗീവ്സ് 2 Cr3+ plus 6 Fe3+ plus 7H2. ഇതായിരിക്കും ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്കെൽറ്റൽ ഇക്വേഷൻ എഴുതുക. അയോൺ മെത്തേഡ് ആണെങ്കിൽ കംപ്ലീറ്റ് സ്കെൽറ്റൽ ഇക്വേഷൻ എഴുതി, ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതി, എവിടെ ഓക്സിഡേഷൻ നടക്കുന്നു, എവിടെ റിഡക്ഷൻ നടക്കുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ആ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനുമായി എഴുതി ആ ഇക്വേഷനെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്തതിന് ശേഷം നെറ്റ് റിയാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അതിൻ്റെ ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് ഇതുപോലെയാണ്. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക, അതിനെ കറക്റ്റായിട്ട് മെത്തേഡ്സ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സെയിം മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്?
ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് കണ്ടക്ഷൻ. കണ്ടക്ടർ, കണ്ടക്ടിവിറ്റി, കണ്ടക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേൾക്കുന്ന ടേംസ് ആണ്. വാട്ട് യു മീൻ ബൈ കണ്ടക്ഷൻ? യെസ്, അലോയിങ് ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ എന്താണ്? ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ആൻ അക്വസ് സൊല്യൂഷൻ. വാട്ട് ഈസ് അക്വസ് സൊല്യൂഷൻ? ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് സൊല്യൂഷൻ ഈസ് നോൺ ആസ് അക്വസ് സൊല്യൂഷൻ. സോ വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ അക്വസ് സൊല്യൂഷൻ, ഇറ്റ് മേ ഓർ മേ നോട്ട് കണ്ടക്ട് കറന്റ്.